മോർണിംഗ് ഓൾ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മൾ ജേട്ടൻ്റെ വീട്ടിലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി പോകും കൊടുങ്ങല്ലൂർ പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായി നമുക്ക് രാവിലെ പോകാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ മാക്സിമം രാവിലെ നേരത്തെ എണീറ്റിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളൊരു ലക്ഷ്യം. ഈ ഒരു ജോബിമാഷ വീട്ടിലെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വീട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്നു. ഈ ഒരു കളക്ഷനാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതെല്ലാം ജോബിമാഷ് സൈക്ലിങ് ചെയ്തിട്ട് മേടിച്ചിട്ടുള്ള മെഡലുകളാണ്. അതോ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെല്ലാതും ഞങ്ങൾക്ക് രാത്രി ഓരോന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. സൈക്ലിങ് പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യം പറയാച്ചാൽ സൈക്ലിങ്ങിനൊരു ഏജ് ലിമിറ്റൊന്നുമില്ല. ഏത് സമയത്തും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനോടൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായാൽ മാത്രം മതി. അത് ഒരുപാട് ആൾക്കാർ നമുക്കൊരു യാത്രൻ്റെ ഇടയിൽ തെളിയിച്ച് തന്നതാണ്. നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ കിലോമീറ്റേഴ്സ് ഡെയിലി റൈഡ് ചെയ്യണ ഒരുപാട് ആൾക്കാരെ എനിക്കൊരു യാത്രയിൽ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നാണ്. ചേച്ചി നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇഡ്ഡലി, നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി നമുക്ക് ചേച്ചി ഇതേപോലെ രാവിലെ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ അവർക്കും രാവിലെ നേരത്തെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് മാഷെ പരിചയപ്പെടാൻ പറ്റിയതിലും മാത്രമല്ല അവരുടെ കൂടെ ഒരു ദിവസമല്ല 2 ദിവസത്തോളം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജോബി മാഷ് വീട്ടിലുള്ളത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണെന്ന് ഇനി കൊടുങ്ങല്ലൂരാണ് പോണത്. ഏത് റൂട്ടാണ് പോണത്? അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ റൂട്ട് അതാണ്. ഇന്ന് കൊടുങ്ങല്ലൂർ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങാണ്. തൃശ്ശൂർ വന്നിട്ട് ഫുള്ള് സപ്പോർട്ടാണ് ജോബി മാഷിരുന്ന്. നമുക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വരാനും. ഇന്നലെ ഞങ്ങള് മൊത്തം കറങ്ങി. എല്ലാരും നല്ല സപ്പോർട്ടാണ്. രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അടിപൊളി സന്തോഷം. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. അങ്ങനെ പറക്കണത് വാ സൂപ്പർ. എന്താ അർഷന്റെ പ്രശ്നം? എന്താ അർഷന്റെ പ്രശ്നം? നിങ്ങളെന്റെ നല്ല വീഡിയോ എടുക്കുന്നുണ്ട്. അർഷുവിന്റെ വീഡിയോ ഞാൻ നല്ല രസമാക്കി എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. എന്ത് ചെയ്യണ്ട്? നമ്മക്ക് സൈക്കിൾ ചെയ്താണ്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. സോറിടാ. ആര്യബേബിനെ കാണിച്ചെടുക്ക്. ആര്യ പപ്പക്ക് ഹായ് കൊടുക്ക്. എങ്ങനെ എങ്ങനെ ഒന്നുകൂടി പറഞ്ഞ? വീഡിയോ എടുക്കാൻ പറഞ്ഞ ഫോട്ടോ കുഞ്ഞു പരാതികളോ? ആര്യൻ എന്താ പറഞ്ഞത്? എവിടെ പോയി ചാടാന്ന് പറഞ്ഞത്? വെള്ളത്തിലോ? അപ്പൊ ഇടട്ടെ അങ്ങോട്ട് നീന്താൻ വേണ്ടിട്ടാ? മീനിനെ പിടിക്കാനാ? റൈഡ് ചെയ്യണോ? നല്ല അടിപൊളി ലൊക്കേഷൻ, ഒരു രക്ഷയില്ല. ഞാനൊന്ന് അയിക്കൂടെ റൈഡ് ചെയ്ത് വരട്ടെ. അപ്പനോട് പറ ഞങ്ങൾ അതിനെ പോയി വരാ പറ. മീനിനെ പിടിച്ചിട്ട് വരാൻ. ഹലോ ഗായ്സ് പറയൂലേ. ഇതിനെ കൂടെ റൈഡ് ചെയ്ത് പോയത് എൻ്റെ മാത്രം ഒരു
ആഗ്രഹമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യൂലേ. ഈ ഒരു യാത്രയിൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തേക്ക് പോയ മാതിരി എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ സമയത്തല്ല അത്രയും ഫ്രീ ആയിട്ട് നമ്മൾ പാടത്തുകൂടിയും തൊടിയിൽ കൂടെ ഒക്കെ പോയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യൂലേ ഫ്രീ ആയിട്ട്. ആ ഒരു മെൻറ്റാലിറ്റി സത്യം പറയാൻ എനിക്കൊരു യാത്ര ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പറമ്പക്കൂടിയും തൊടിയിൽ കൂടെ ഒക്കെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു യാത്രയിലും സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൊക്കേഷനിലൂടെയൊക്കെ സൈക്കിൾ ഓടിച്ച് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഈ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലും ഞാൻ മോനെ ബാക്കിലൊക്കെ ഇരുത്തിയിട്ട് ഇത്ര അടിപൊളിയായിട്ട് രസമായിട്ട് സൈക്ലിംഗ് എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. ബ്രോ ഹലോ. ഹായ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്നല്ലേ? അങ്ങോട്ട് അവിടെ വെയിറ്റ് ചെയ്തോ? ഇല്ലല്ല, ഞാനൊന്ന് ആദ്യം വിളിച്ച സമയത്ത് എവിടെയായിരുന്നു? ഞാൻ അമ്മാടത്തായിരുന്നു. അമ്മാടത്തുനിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഈ വഴി ഇങ്ങോട്ട് കട്ട് ചെയ്തത്. ഒന്ന് പരിചയപ്പെടുത്തത്. ഹായ്, അനന്ത്. സ്ഥലം? എൻ്റെ വീട് തൃശ്ശൂരാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആണോ? അവിടുന്ന് വരുന്ന വഴിയാണോ? അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്? പേരെന്താ? എന്റെ പേര് പ്രീണ. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഇവിടെ ആലപ്പാട്. വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി. ഈ സാറാ പറയേ എൻ്റെ അടുത്ത് ഇവിടെ ഞങ്ങൾ റൈഡ് ചെയ്ത് വരുന്നുണ്ടെന്നല്ലേ? അപ്പൊ ഞാൻ നേരത്തെ കണ്ടു. ഈ ഭാവേനെ കണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പൊ ഇവൻ ആളെ ഞങ്ങൾ അവിടെ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരക്കിട്ട് പോകാൻ പിന്നെ ഞാൻ ഇവനെയും കണ്ടു. അപ്പൊ ഈ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഓ, അതെന്താ? എവിടെ ഡക്ക്? ഡക്കിനെ പിടിക്ക? എത്ര ഡക്കുണ്ട്? എത്ര ഡക്കുണ്ട്? കുറെ ഡക്കുണ്ടാവും. മതി മതി മതി. ഇത് ഞങ്ങൾ പോണ വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയധികം താറാവുകളെ ഒരുമിച്ച് കാണുന്നത്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഒരുപാട് താറാവുകളെ ഇങ്ങനെ കൂട്ടായിട്ടുള്ളത്. പക്ഷെ എൻ്റെ കൺമുന്നിൽ ആദ്യമായിട്ടോ ഞങ്ങൾ പോണ വഴിയിൽ കണ്ട കാഴ്ചയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ അത് വേറൊരു, ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അത്രയും താറാവുകൾ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് അതൊക്കെ ഈ ഒരു യാത്രയിൽ സത്യം പറഞ്ഞാൽ അവർക്കാണ് ഒരുപാട് മെമ്മറീസ് കിട്ടാൻ പോണത്. അവർ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. നമ്മളൊക്കെ ഞാനൊക്കെ വലുതായിട്ട് കാണുന്ന കാര്യങ്ങൾ അവർ ചെറുപ്പത്തിലേ ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അതവർക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സത്യം പറയാച്ചാൽ ഹെൽപ്ഫുള്ളാവും. പെണ്ണ് താറാവിനെ എങ്ങനെ അറിയാമോ? കഴുത്തിൽ മയിൽ കണ്ട? കഴുത്തിൽ മയിൽ കണ്ട? മയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. മയിലിനെ കണ്ടിട്ടുണ്ടോ നീ? മയിലിന്റെ കഴുത്ത് പോലെ ഇരിക്കും. കോഴിക്കൊക്കെ ഉണ്ടാവില്ലേ പൂവ്? കണ്ടാ? അതാണ് താറാവ്. ബാക്കിയുള്ളതൊക്കെ പെണ്ണ്. മനസ്സിലായോ? എല്ലാം താറാവ്. 12,000 താറാവാണ്. 12,000? ടോട്ടൽ എത്ര 12,000. 12,000. ഇതിനെ ഇറച്ചിക്ക് ഇതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്യും.
ഇറച്ചിക്ക് ആൾക്കാർ സെയിലുണ്ട്, നമുക്ക് സെയിലുണ്ട് മലയാളം. ഷോപ്പ് ഉണ്ടോ നിങ്ങൾക്ക് അതോ? ഷോപ്പ് തൃശ്ശൂരുണ്ട്, ഒരു വണ്ടിയിലുണ്ട്, വണ്ടി ഉണ്ട്. ഹലോ. നോക്കി കൊടുക്കും. കന്നഡ വെക്ക്. ഇവരൊക്കെ പഠിക്കുന്നില്ല. താമസമൊക്കെ നമ്മള് നല്ല സ്ഥലം കിട്ടണ്ടല്ലേ? അപ്പൊ എല്ലാവർക്കും ഒന്നും ടെന്റ് അടിക്കാൻ പറ്റില്ല, ചിലപ്പോ അധികം റൂം എടുക്കും. സന്തോഷം. താങ്ക് യു പറയും. അത് അതാ ആളെ അതല്ലേ. ആ ചെമ്മാപ്പള്ളിയാണല്ലേ അത്? ആ അതങ്ങോട്ട്. ഏതാ? ആ ഇത് ഐലൻഡാ? അത് ശരി. ഇത് കോഴിക്കോട് തൊട്ട് കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ എന്ന പേര് പറയാം. അത് 1847 കനോലി എന്ന് പറഞ്ഞൊരു കലക്ടർ ഉണ്ടായിരുന്നു കോഴിക്കോട്. അന്നത്തെ കാലത്തെ ആള് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ട് ഉണ്ടാക്കിയാണ് ഈ പുഴ. ഇതൊക്കെ നാച്ചുറലാണ്. ചില സ്ഥലത്ത് അയാൾ മാൻമെയ്ഡായിട്ട് കനാലുണ്ടാക്കി കണക്ട് ചെയ്തിട്ട് ഫുഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് 100 വർഷം മുന്നേ ഉണ്ടാക്കിയൊരു, അങ്ങനെയാണ് കനോലി കനാൽ എന്ന് പേര് വരുന്നത്. ഇതൊക്കെ ശരിക്കും കരുവന്നൂർ പുഴയാണ്, പക്ഷെ മൊത്തം പറയുമ്പോൾ കനോലി കനാൽ എന്ന് പറയാം. അന്നത്തെ കാലത്ത് അയാളെ ദീർഘവർഷമാണ് ചിന്തിക്കേണ്ടത്. 100 വർഷം മുന്നേ മിഷണറി ഇല്ലാത്ത കാലഘട്ടത്തിൽ അയാൾ അങ്ങനെ ഒരു പ്ലാനറ്റാണ്. ഞങ്ങളവിടെ ഒരാള് അദ്ദേഹം തന്നെ ഉള്ളതാണ്. നിലമ്പൂര് വനം പ്ലോട്ട്. അതെ, വനം. നിലമ്പൂര് തേക്കുംകാടുമായി അത് വളരെ ഫേമസ് ആണ്. ഏറ്റവും നല്ല, ലോകത്തിലെ ഏറ്റവും നല്ല തേക്ക് കിട്ടുന്ന സ്ഥലമാണ്. മാൻമെയ്ഡ്. അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉപ്പുവെള്ളമാണ്. വർഷക്കാലം ആകുമ്പോ നല്ല വെള്ളം കിട്ടൂലേ? ഇത് ത്രയത്തിലോനൊക്കെ നടത്തിയിരുന്നു. ഏതായിരുന്നു? ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ആ ഇവിടെ അല്ലേ? അത് 26 പേര് പങ്കെടുത്തത്. അതിലൊരു ലേഡി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 60 പേര് പങ്കെടുത്തിരുന്നു ഒളിമ്പിക്സിന്. അത് ശരി.
കേൾക്കോ. ഈ ബോട്ടിന്റെ പ്രത്യേകത വെച്ചാൽ 100% സോളാറിന് വർക്ക് ചെയ്യണതാണ്. സോളാറാണല്ലേ ഇത്? 100% സോളാർ, എക്കോ ഫ്രണ്ട്ലി. അത് കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ഒരു ബോട്ടാണ്. അല്ലേ? ഫസ്റ്റ് അവർ ഇറക്കിയത് വൈക്കത്താണ്, അത് ഗവൺമെന്റിലാണ്. പിന്നെ പ്രൈവറ്റിൽ ഞങ്ങളാണ് കൊണ്ടത്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു 3 വർഷമായി ഇവിടെ വന്നിട്ട്. എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇത് കറ്റാമര എന്ന് പറഞ്ഞൊരു ബോട്ടാണ്. കറ്റാമര അറിയും? കട്ടമരം എന്ന് പറഞ്ഞൊരു തമിഴ് വാക്കാണ്. 2 മരത്തടിയും പഴയ കാലത്ത് അവർ മീൻ പിടിക്കാനൊക്കെ പോയിരുന്നു കട്ടമരം. അത് പിന്നെ കറ്റാമരം എന്നുള്ള, അതായത് 2 വഞ്ചിയാണ്, 2 ഹള്ള്. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു സൈഡിൽ നിന്നാൽ ഇതൊന്നും അറിയില്ല. സാധാരണ അതൊക്കെ ഒരു വഞ്ചി എന്ന് പറയാൻ പറ്റുമോ? ഇത് 2 വഞ്ചിയാണല്ലേ? ഇത് 2 വഞ്ചി, ഇപ്പുറത്തൊരു വഞ്ചി, ഇപ്പുറത്തൊരു വഞ്ചി. സേഫ്റ്റി കൂടുതൽ. അപ്പൊ ഈ കൊച്ചി മെട്രോ ഒക്കെ ഇങ്ങനത്തെ ബോട്ടുകളാണ് യാത്രക്കാർക്ക് ഏറ്റവും സേഫ്റ്റിയാണ്. ശരിയാൻ സാധ്യതയില്ല. ചെറുതായിട്ട് നിൽക്കുന്നല്ലാണ്ട് മറയില്ല പെട്ടെന്ന്, അങ്ങനത്തെ പ്രത്യേകത. പിന്നെ ഇതില് ലക്ഷറി ബോട്ടാണ്. ഇതിൽ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാം, ഭക്ഷണം കഴിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഓളം ഉണ്ടാക്കില്ല. മറ്റു വലിയ ബോട്ടുകൾ പോകുമ്പോ ഓളം ഉണ്ടാക്കില്ല. ഓളം ഉണ്ടാവില്ല, വളരെ ഇതായിരിക്കും. സാധാരണ ഒരു കയാക്കൊക്കെ പോണ ഓളം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. പല രാജ്യത്തും പോയിട്ടുണ്ട് ഇതിന്റെ. പേരെങ്ങനെ പറഞ്ഞേ? ഋഷി. ഋഷി. സ്ഥലം ഇവിടെ തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ ആളെ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വിളിച്ചാണ്. പറയേ. എൻ്റെ വീട് ഇതിൻ്റെ കഴിക്കുക 10 മോനെ. എൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ളത് എനിക്ക്. എങ്ങനെ? അതെ അതെ അതെ. എന്താ പേരെന്താ? പ്രസാദ്. ഓക്കെ ഓക്കെ. പേരെന്താ പറയട്ടാ? എൻ്റെ പേര് സുലൈമാൻ. സുലൈമാനെ. ഓക്കെ. എൻ്റെ പേര് ഗണേശൻ. ഓക്കെ. ഇവിടെ തന്നെയാണ് വീട്? അതിൻ്റെ കഴിയോ? ഓക്കെ. ഇതാണ് ഞങ്ങളുടെ ടെക്നിക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ പോണത്. ഇത് 2 സെപ്പറേറ്റ് സൈക്കിളാണ്. ഇതിങ്ങനെ ഇതിലെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആൾക്ക് ചവിട്ടി തരാം, കഴിയും. ഓ അങ്ങനെ. ഞാൻ ചവിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെ അതെ. ഓക്കെ ശരി. പറയ്. അവിടെ പാർക്കോ? ചില ഇഷ്ടം. എന്താ പേര് പറഞ്ഞത്? ഷിബു. വീട് ഇവിടെ തന്നെയാണ്? വീട് ഇവിടെ തന്നെ. ഇവിടെ നമ്മളെ TN പ്രതാപൻ MP ഒക്കെ ഇല്ലേ? അവരുടെ വീട് ഇവിടെ ആണല്ലേ? ആളുടെ മണ്ഡലാണല്ലോ അത്? മണ്ഡലാണ്. പിന്നെ ആളുടെ പ്രിയദർശിനി ഇതൊക്കെയാണ്. DCC അല്ലേ? കോൺഗ്രസിന്റെ ഭാഗമല്ലേ? കോൺഗ്രസിന്റെ ഭാഗം. താങ്ക് യു പറയാം. കൊടുത്തളാം, അവൻ്റെ കൈ കൊടുത്തളാം. ആരുടെ കൈ കൊടുക്ക്? മതി 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 മതി. ആരുടെ കൈ കൊടുക്ക്? കൊടുക്കണോ? എൻ്റെ കയ്യിൽ കൊടുക്കണോ? ഒന്ന് ശരി ടാട്ടാ. ശരി. ബീച്ച് സൈഡിലേക്ക് എത്തിയില്ലേക്കാ? ബീച്ച് സൈഡ് എത്തി വീണ്ടും. ആരും ബീച്ചിൽ പോവാ? ഇവിടെ കയറിക്കോ. ഞങ്ങൾ അങ്ങനെ വീണ്ടും ബീച്ച് സൈഡ് എത്തിക്കാണ്. നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെ പോയപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ വീണ്ടും
നമുക്ക് വയനാടും പാലക്കാടൊന്നും ബീച്ച് സൈഡ് ഉണ്ടായില്ലല്ലോ. അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ബീച്ച് സൈഡൊക്കെ എത്തിയേക്കാണ്. ഭയങ്കര സന്തോഷം. കുട്ടികൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഓന്ന് ആര്യ പറ ഓണത്ര ഇഷ്ടമല്ലല്ലോ. നോക്കടാ ആര്യ പറഞ്ഞ. ഏത് ബീച്ച്? കാപ്പാട് ബീച്ചല്ല, ഈ ബീച്ചിന്റെ പേരെന്താ? ഓക്കെ. കളിക്കന്നെ ഇതെന്താ ഒച്ച ദിലാസ്പൂർ പോവും. വെള്ളം ആരാ? ഏത് ബീച്ച് ഇത്? ലൊക്കേഷൻ എങ്ങനെയുണ്ട് ആര്യ? അതേതാ സ്ഥലം? സ്ഥലം ഹലോ ഗൈസ് പറ. ഓഹോ ബീച്ചിലെ അടിപൊളി ലൊക്കേഷനിലെ. എങ്ങനെ കനാലും ബീച്ചും ഒക്കെ ഒരു ലൊക്കേഷനിൽ തന്നെ. അടിപൊളി പ്ലേസ്. ഓഹോ ബീച്ച് തൃശ്ശൂർ കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാ. പക്ഷെ ഇപ്പോൾ ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലോ. റെസ്റ്റ് ചെയ്യാണ്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട്. നല്ല ലൊക്കേഷന്. അതെയാ? അതെ, 2 കല്ല് പറഞ്ഞ ഇവിടെ വീണല്ലോടാ. അമ്മന്റെ തലമുറ ഉണ്ടോ? നമ്മൾ സ്നേഹതീരം ബീച്ചിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരമായിട്ട് റെസ്റ്റ് ചെയ്യുന്നു. ഒരു 2-2:30 ഒക്കെ ആയപ്പോൾ എത്തിയതിന് ഇവിടെ. ഇപ്പോൾ 3-4 മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തു. ആര്യനൊക്കെ ഒന്ന് ഉറങ്ങി നീറ്റു. ബാത്റൂം പോകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂർ പോകണം. തുടക്ക്. What is the destination? This time complete All Kerala. And so what is like to the south? complete all India. What's your name? Saver. Saver. Nice to meet you guys. From? Saver from France. Okay. I'm doing India to France cycle trip. India to France. And I started in. It's amazing so far. And I started in Chennai, Tamil Nadu. I went to Rameshwaram, and then Madurai, Kodaikanal. Yeah. Then I crossed the mountains in Kodaikanal to arrive in Vatavada, Munnar, and then Kochi, and here for today. And then I'm going Goa, Mumbai, Ladakh, Ladakh also? Pradesh, All India. all India, all India, and then I go towards France. So I have to go to Bangladesh, taking a plane to go to Pakistan because now the border is closed. Pakistan also? Yeah, it's on the way. I have to go there. It's the only country I can go to. And then from Pakistan to Afghanistan, Iran, Turkey, Europe, all the way to West, so all the way to France. Maybe 1 year. അവസാന സൈക്കിൾ ഇതാണ്. ഞാൻ 2 വർഷം
Which bike is that? Gent? I got it in Chennai. Gent. ട്രക്ക് ആൻഡ് റൈഡിന്റെ ബാഗോ? സെയിം ബാഗ് അല്ലേ? Okay, let's go. Your handlebar is really low. How's it? It handles really well, huh? I'm very surprised. I thought it would be horrible, but it's really... So you got the whole build in the UK? So you imported it? No, ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയേക്കണ്. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അപ്പോൾ കായിൻ്റെ അച്ഛൻ്റെ സൈക്കിൾ റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതാണ്. കാണിച്ചെടുക്കുക നമ്മളെ മച്ചാനെ. This type of bike is not... how's it? That's way less stable with someone in the back. അർഷ എങ്ങനെയുണ്ട്? സ്റ്റാൻഡ് തട്ടച്ചു. അർഷു കൈ കൊടുക്ക്. ഹൈഫൈ കൊടുക്ക്. That's really cool bike that you have. How's it? Say your experience. Well, when you're alone on it, it's really stable, but with someone in the bike, not so much. But hey, to get used to it, it's really nice. It's really, really cool. Okay. പേരെന്ന് പറയോ? പേര്? എൻ്റെ പേര് അനു. വീട്? വീട് എസ്എംപുരത്താണ്. എസ്എംപുരം റൈഡേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. അതെ. കണ്ടതിലൊരു സന്തോഷം. നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് അതിനേലും സന്തോഷം. കുട്ടി റൈഡർ അല്ലേ? കുട്ടി റൈഡർ. സെറ്റ് സെറ്റ് സെറ്റ്. ഞങ്ങളിങ്ങനെ ഇന്ന് റൈഡ് ചെയ്തെത്തിയിരിക്കുന്നത് ദ ബോയിങ് ബ്ലാക്ക് ടീ എന്ന് പറയുന്ന ബഷീർ ഖാൻ്റെ വീട്ടിലാണ്. അവർ നമ്മൾ അതിനെ കൂടെ റൈഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരുപാട് സന്തോഷം. അവരെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവരെ വീട്ടിലെത്തിയത്. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ അവിടുത്തെ എത്താൻ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. നോമ്പ് വീട്ടിലിരുന്ന് നോമ്പ് തുറന്നിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് അവരെ കൂടെ ഇരുന്ന് ഒരുമിച്ച് നോമ്പ് തുറക്കാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇക്കാക്ക് ഒരുപാട് ഇഷ്ടമാണ് ബഷീർ ഖാൻ. അവരെ വീട്ടിൽ ചെല്ലാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിന്ന് അങ്ങനെ ബഷീർ ഖാൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ ഉള്ളത്.